Hi students, so we are starting our revision on module 4 of flexible AC transmission systems. The syllabus for module 4 includes static voltage and phase angle regulators, objectives of voltage and phase angle regulators, thyristor control voltage and phase angle regulators. Objectives of voltage and phase angle regulators. We know that the transmitted power P equals V1 V2 by X into sin delta, where V1 is the sending end voltage, V2 is the receiving end voltage, delta is the transmission angle, that is the delta 1 minus delta 2, and X is the impedance of the transmission line. So the transmitted real power and reactive power Q are a function of the transmission line impedance, magnitude of sending end and receiving end voltages, and the phase angle between these voltages. So, these three parameters control cheyidal, we can control the transmitted real and reactive power. Voltage regulators. നമുക്കറിയാം voltage regulators that uses on-load tap changes. Load ഇരിക്കെ തന്നെ tap change ചെയ്ത് voltageനെ constant ആക്കുന്ന അല്ലെ control ചെയ്യുന്നതാണ് on-load tap changes. So voltage regulators employing on-load tap changes have been used since the early days of AC transmission to maintain the desired user voltage in the face of changing transmission voltage and loads. So desired voltage obtain ചെയ്യാൻ വേണ്ടി ടാപ്പിനെ വേരി ചെയ്ത് നമുക്ക് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. Voltage and phase regulation basic principle എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഇൻ ഫേസ് അല്ലെങ്കിൽ ക്വാഡ്രേച്ചർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് എക്സിസ്റ്റിംഗ് ടെർമിനൽ വോൾട്ടേജ് ആയിട്ട് ഒന്നെങ്കിൽ ഇൻ ഫേസ് അല്ലെങ്കിൽ ഒരു ക്വാഡ്രേച്ചർ കമ്പോണന്റിനെ ആഡ് ചെയ്യുന്നത് വഴിയാണ് എന്തുവാ വോൾട്ടേജ് റെഗുലേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. So the basic concept of voltage and phase angle regulation is the addition of an appropriate in-phase or a quadrature component to the existing terminal voltage in order to change its magnitude or angle to the value desired. So voltage or phase angle regulate ചെയ്യണമെങ്കിൽ correspondingly ആ transmission line terminal voltage in phase or അല്ലെ quadrature component ആയിട്ട് ഒരു അപ്രോപ്രിയേറ്റ് വോൾട്ടേജിനെ ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ വോൾട്ടേജ് റെഗുലേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇതിനാണ് നമുക്ക് പറയാൻ പറ്റും വോൾട്ടേജ് റെഗുലേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് AC സിസ്റ്റത്തിന് സീരീസ് ആയിട്ട് ഒരു സിങ്ക്രോണസ് വോൾട്ടേജ് സോഴ്സ് വിത്ത് കൺട്രോളബിൾ ആംപ്ലിറ്റ്യൂഡ് പ്ലസ് ഓർ മൈനസ് വി, ഒന്നെങ്കിൽ പ്ലസ് വി കോൺട്രിബ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ വി കുറയ്ക്കാം. ആ രീതിയിലുള്ള ഒരു സിങ്ക്രോണസ് വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. The voltage regulation can be achieved by a synchronous in-phase voltage source with controllable amplitude plus or minus V in series with the AC system. So, ഇവിടെ നോക്കുക നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു synchronous voltage source in series with the line consider ചെയ്യാം plus or minus delta V to achieve voltage regulation. അപ്പോൾ V ഇങ്ങനെയാണെങ്കിൽ അതിന് ഇൻ ഫേസ് ആയിട്ടാണ് നമ്മളൊരു മറ്റൊരു വോൾട്ടേജ് ഡെൽറ്റ വിനെ ഒന്നെങ്കിൽ ആഡ് ചെയ്യുക അല്ലെ സബ്ട്രാക്ട് ചെയ്യുക ചെയ്യും. ഫേസ് നോക്കിക്കേ ഡെൽറ്റ 0 ആണ്, ഫേസ് ഡിഫറൻസ് ഇല്ല. ഇനി ഇവിടെ നോക്കുക നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 3 ഫേസ് ട്രാൻസ്ഫോമറിൽ നിന്ന് ടാപ്പ് വഴി ഇൻസെർഷൻ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലോട്ട് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് രണ്ടാമത്തെ എടുത്ത് ഇങ്ങോട്ട് കൊടുത്തു, പ്രൈമറിയിലോട്ട് കൊടുക്കുന്നു, മൂന്നാമത്തെ എടുത്ത് അടുത്ത ഇൻസെർഷൻ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിലോട്ട് കൊടുത്തു. സോ ഈ ഫേസ് വി എ എന്ന് പറയുന്ന ഫേസിൽ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് ഡെൽറ്റ വി എ ആണ്. ദാറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് വി എ. വി എ ബി 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 സി എന്ന് പറഞ്ഞ ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജസ് ആണ്. അപ്പോൾ അതാത് ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജസിന് ഇൻ ഫേസ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് കമ്പോണന്റ് ആണ് ഇൻസെർഷൻ ട്രാൻസ്ഫോം ബൈ ഇൻജെക്ട് ചെയ്യുന്നത്. വി ബിയിൽ ഇൻജെക്ട് ചെയ്യുന്നതാണ് ഡെൽറ്റ വി ബി, ബി സിയിൽ ഇൻജെക്ട് ചെയ്യുന്നതാണ് ഡെൽറ്റ ബി സി. സോ ഇങ്ങനെയാണ് ഈ വിധത്തിൽ വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്തിട്ടാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ വി എ നോക്കിക്കേ, വി എ അതിന് ഇൻ ഫേസ് ആയിട്ട് ഡെൽറ്റ വി എ ആഡ് ചെയ്യുവാണ്. ഇനി വി ബി അതിൻ്റെ കൂടെ കൂടുവാണ്, റിസൾട്ടൻ്റ് എന്താവും പ്ലസ് ഡെൽറ്റ വി ബി എന്നാണ് വരുന്നത്. വി സി പ്ലസ് ഡെൽറ്റ വി സി ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ സോ ഈ വിധത്തിലാണ് വോൾട്ടേജ് റെഗുലേഷൻ അച്ചീവ് ചെയ്യുന്നത്.
An adjustable voltage is provided by means of a tap changer from three-phase transformer for the primary of a series insertion transformer, which injects it to achieve the required voltage regulation. So, ഒരു ടാപ്പ് ചേഞ്ചർ വഴി ഒരു വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യുന്നതാണ്. ഇപ്പം previously നമ്മൾ കണ്ട പടത്തിൽ കണ്ടതാണ്. From the arrangement, we have seen that the injected voltages plus or minus delta VA, plus or minus delta VB and plus or minus delta VC. These are in phase with the line to neutral voltages VA, VB, VC ആയിട്ട് in phase ആണ്. Regulators mainly ഉപയോഗിക്കുന്ന power flow management വേണ്ടിയാണ്. അതായത് ഒരു ലൈനിൽ കൂടെ പോകുന്ന ലൈൻ ലോഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് phase angle regulators ഉപയോഗിക്കുന്നത്. അതേസമയത്ത് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് റിയാക്റ്റീവ് പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. So voltage regulators are used for reactive power flow and terminal voltage controller, whereas phase angle regulators are used for power flow management. Regulators ഉപയോഗിക്കുന്ന വഴി നമുക്ക് ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ പവർ ഓസിലേഷൻ ഡാമ്പിംഗ് എഫക്റ്റീവ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. So phase angle regulators with appropriate control capability to counteract prevailing machine swings can provide or can improve transient stability and provide power oscillation damping. And the new upgrades using switching converters as voltage sources are used to provide the desired voltage injection for voltage and phase angle regulation. That is STATCOM, static synchronous switching converter ഉപയോഗിച്ചാണ് അവിടെ വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യുന്നത്. Conclusion. Voltage and phase angle can be obtained by the insertion of a voltage in phase or in quadrature with the terminal voltage. These are some of the university questions from this section. What is the basic concept of voltage and phase angle regulator? How they differ in function? Second question, draw the schematic of a three-phase phase angle regulator with tierised tap changers having ternary proportional winding sections for discrete level voltage control and explain the working. Also draw the phasor diagram of the three-phase phase angle regulator. Any queries, mail to alpha@snit@gmail.com. Thank you.